നമ്മൾ ലോകകപ്പ് 11 കുറിച്ച് സംസാരിക്കുമ്പോഴും അതിൽ നിന്ന് സഞ്ജു പുറത്താകുമോ ഇല്ലയോ എന്ന് സംസാരിക്കുമ്പോഴും ഇഷാൻ കിഷൻ എത്രത്തോളം അർഹനായിരുന്നു എന്ന് പറയുമ്പോഴും ഒരു കാര്യം ആരും മറക്കരുത്. ഒരു കാലത്ത് സഞ്ജു സാംസണും അത്രത്തോളം തന്നെ അർഹനായിരുന്നു. ഹീസ് എ വെൽ ഡിസേർവിംഗ് പ്ലെയർ. ആ മനുഷ്യൻ തൻ്റെ കരിയറിൻ്റെ ഏറ്റവും മികച്ച ഫോമിൽ പീക്ക് ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഒരു പരീക്ഷണത്തിൻ്റെ പേരിൽ ടോപ്പ് ഓർഡറിൽ നിന്നു താഴെ ഫിനിഷർ റോളിലേക്ക് അദ്ദേഹത്തിനെ മാറ്റി പ്രതിഷ്ഠിച്ചു. ശുഭ്മൻ ഗില്ലിനോട് നമുക്ക് ആർക്കും യാതൊരു വിരോധവുമില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് വശവും നോക്കണമല്ലോ. അന്ന് ആ ഫോമിൽ നിൽക്കുമ്പോൾ സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റിയില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം 1-2 സെഞ്ചുറികൾ കൂടി നേടിയിരുന്നെങ്കിൽ ഇന്നത്തെ ഈ മോശം ഫോം അദ്ദേഹത്തെ പണ്ടേ പരിഹരിച്ചേനെ. അങ്ങനെയാണെങ്കിൽ ഇഷാൻ കിഷൻ വന്നു സഞ്ജുവിൻ്റെ സ്ഥാനം അപകടത്തിലാണ് എന്ന് നമുക്ക് ഇന്ന് പറയേണ്ടി വരുമായിരുന്നോ? ഇല്ല. സഞ്ജുവിൻ്റെ ഫോം മോശമായത് തെറ്റായ സമയത്തായിപ്പോയി. അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് വേണ്ട വിധം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇന്ന് ഇഷാൻ കിഷൻ അർഹനാണെന്ന് പറയുന്നത് എളുപ്പമാണ്, പക്ഷേ സഞ്ജു അർഹനായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് നേരെ നടന്ന നീതികേടിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ മുഖത്ത് ഇന്നലെ പുഞ്ചിരി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നിരിക്കും.